ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ബണ്ണ് വെച്ച് നല്ല അടിപൊളിയാർന്നിട്ടുള്ളൊരു സ്നാക്സാണ് ചെയ്യണത്. ആ ബണ്ണ് രണ്ട് വശവും നല്ലതുപോലെ ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാബേജ് ചേർത്ത് കൊടുക്കുക. ക്യാബേജ് ഒന്നങ്ങ് വാടിയൊരു പച്ചച്ചുവ വിടില്ല. ആ ഒരു സമയം നമുക്കിതിലോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ഇതുപോലെ നീളത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇതുപോലെ പിച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുരുമുളക് പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിന് പാകത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്നങ്ങ് വഴന്ന് വരുന്ന സമയം നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ 1/4 ടീസ്പൂണോളം ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റ് കേട്ടോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുള്ള ബണ്ണ് ഞാനിതുപോലെ നടുവൊന്ന് കീറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതിലോട്ട് മയണൈസും ടൊമാറ്റോ കെച്ചപ്പും എടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഈ ഒരു സോസ് നമുക്ക് ബണ്ണിൻ്റെ രണ്ട് വശത്തായിട്ട് പുരട്ടി കൊടുക്കാം, ഒന്നിങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ബണ്ണ് ബട്ടറിലാണ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് 1 ടേബിൾ സ്പൂണോളം നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ മുകളിലോട്ടായിട്ട് കുറച്ച് മൊസറലൈസ് ചീസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണ്. ചീസ് ഓപ്ഷനിലാണ്. ചീസ് ചേർക്കുമ്പോൾ നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഇനി നമ്മുടെ ഈ ബണ്ണ് ഇതുപോലെ റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ചീസ് ഒന്ന് മെൽറ്റാണ് കിട്ടണ വരെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒരു ചെറുതായിട്ട് ടോസ്റ്റ് ചെയ്ത പോലെ ആക്കിയെടുക്കാം. ബാക്കി വരുന്ന ബണ്ണെല്ലാം ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആ റെഡിയാക്കിയിട്ടുള്ള അളവിൽ ഏകദേശം ഞാനൊരു 10 ബണ്ണോളം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ബട്ടറിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഓരോ ബണ്ണും ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 8-6 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്കാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ശരിക്ക് ആ ചീസൊക്കെ മെൽറ്റായിട്ട് വരും. കണ്ട വീട്ടിലുള്ള ചീസൊക്കെ മെൽറ്റാണത് കണ്ടില്ലേ. അപ്പോൾ ഇത്രയുള്ളൂ, നല്ല ടേസ്റ്റിയാണ്. ഫില്ലിങ്ങൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതുപോലെ ബണ്ണൊക്കെ കിട്ടുന്ന നേരം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.